രാവിലെ എണീറ്റിട്ട് ഇവർ 5 മണിക്കാണല്ലേ എണീറ്റത്. അല്ലേ? എന്നിട്ട് ഇവനെ എനിക്ക് കൊറേ വട്ടം ഉമ്മ തന്നു, കൊറേ. എന്നിട്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ പപ്പേനെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഉമ്മ ഇട്ടു. പക്ഷെ വെള്ളപ്പം അവൻ മറ്റേ ഇവിടെ കവളയില് പൊട്ട് ഉമ്മ തരും നോർമലായിട്ട്. പക്ഷെ വെള്ളപ്പം അവൻ ചെയ്യില്ല. വെള്ളപ്പം അവൻ ജസ്റ്റ് ഉമ്മാണ് കാണിച്ചു. കൊറേ നേരം അവൻ അതുപോലെ കൈ അവിടെ കണ്ട സൂക്ഷിച്ച്. ഓരോ ദിവസവും എന്നെ മോണിറ്റർ ചെയ്യണോ എന്നൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ചിക്കു രാവിലെ ജിമ്മിൽ പോകുന്നു. ഞാൻ പിള്ളേർക്ക് രാവിലെ നോർമൽ പൊറോട്ട ഉണ്ടാക്കുന്നു, സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു. അവോക്കാഡോ ടോസ്റ്റ് നമുക്ക് കഴിക്കാം. ഓക്കെ, ഇത് ശരിക്കും പഴുത്തിട്ടില്ല, ഇങ്ങനെ മറ്റേ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ എഗ് വൈറ്റ്. ഞാൻ പോയിട്ട് വരാവേ. ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മയെ വിളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണോ? ഇത് എന്നാ പരിപാടി? ക്ലൈമറ്റ് മാറിയതിൻ്റെ അറിയാനുണ്ട്. ചെറിയ തണുപ്പുണ്ട്, പക്ഷെ മാള് ഇട്ടേക്കണ ജാക്കറ്റ് ഇടാൻ പാകത്തിനുള്ള തണുപ്പുണ്ടോ? ഇല്ല, ഇത് കുറച്ചുകൂടെ കൂളായിട്ടുള്ള ജാക്കറ്റ്. ഒരു സെറ്റർ ഇട്ടാലും ഓക്കെയാണ്. എസക്കുട്ടിയാണെങ്കിൽ കാലാവസ്ഥ നോക്കിക്കൊണ്ട് എന്താണ് കല്ലും മണ്ണും ഒക്കെ പരിചയപ്പെട്ടു തുടങ്ങി. ഒരു നേച്ചർ ബോയ് ആവാൻ പോവാണോ? ഓ കല്ല് താഴെ ഇട്ടോ, കല്ല് കളിക്കാം. കല്ല് ഇട്ടോ, എണ്ണി എറിഞ്ഞോ. ഇനി മറ്റെടുത്ത് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ സംഭവം കേട്ടോ ഇത്. വീടിൻ്റെ എല്ലാ ബിൽഡിങ്ങുകൾക്കും തന്നെ ഉള്ളതാണ്. നമ്മുടെ ഇത് കവർ ചെയ്ത് പണി കഴിഞ്ഞിട്ട് പിന്നെ കവർ ചെയ്യാൻ പോയില്ല. നമുക്ക് വലിയ തടസ്സമില്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച്. പപ്പ എന്തിയാപ്പാ? ആണോ? അപ്പം ചെടി നടാനുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. മമ്മ പോയി കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ കഴിച്ചായിരുന്നോ? എന്നാ കഴിച്ചേ? ഗുഡ്. ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല കൊതിപ്പിക്കണം മണമൊക്കെയാണല്ലോ വീട്ടിൽ നിന്ന് വരുന്നത്. അത്യാവശ്യം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കുള്ള ഫുഡ്, പിള്ളേരുടെ ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ നമുക്കുള്ള എന്തെങ്കിലും ഒരു ഗ്രേവി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അവർക്ക് പാസ്ത, ടൊമാറ്റോ ഇട്ടുള്ള പാസ്തയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ കിള്ളി ചിക്കി വെച്ചിട്ടുണ്ട് അതിന് സൈഡായിട്ട്. പിന്നെ ഇത് തുറത്തില്ലയോ എന്നു അതിനകത്ത് വെക്കാനുള്ള ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇന്നലത്തെ ഇരിപ്പുണ്ട്. അത് നമ്മൾ അതിന് കറി വയ്ക്കാൻ മതിയല്ലോ. അപ്പം ഇന്ന് ലഞ്ചിനുള്ളതായിട്ടുണ്ട്, ഡിന്നറിനും. എനിക്ക് 2 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് വരും. ഞാൻ ഇപ്പം എന്തെങ്കിലും കറി ഉണ്ടാക്കി വെക്കാം അല്ലേ, നമ്മുടെ ഇതിനുള്ള കറി. ഓക്കെ, അതെ. ചില സമയത്ത് ഇടയ്ക്ക് നമ്മളിങ്ങനെ കാർട്ടൂൺസ് മലയാളത്തിൻ്റെ ഒക്കെ വെച്ച് കൊടുക്കും കേട്ടോ. റൈംസ് കാത്തു വയ്ക്കാറുണ്ട്. പിന്നെ വേറെ ഇപ്പം അതേതായിരുന്നു, മറ്റേ കിയോം കുരു ഏതായിരുന്നു ഈ പാട്ട്. പക്ഷെ സ്റ്റിൽ മലയാളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യും. നല്ല രസമുണ്ട് കേട്ടോ. പണ്ട് ഇവരുടെയൊക്കെ മാളും ചക്കയും കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് നല്ല മലയാളത്തിൻ്റെ ക്യൂട്ടായിട്ടുള്ളത്. പക്ഷേ ഇത്രയും ക്ലാരിറ്റിയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ മലയാളത്തിൽ നല്ല സ്വീറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. സ്ക്രീൻ ടൈം നമുക്ക് നല്ല ബോധമുണ്ട് കേട്ടോ, അധികം നേരം ഇങ്ങനെ കാണിക്കരുതെന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും മലയാളം ആയതുകൊണ്ട് ഇങ്ങനെ, പിന്നെ ഇടയ്ക്ക് നമ്മൾ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ കളിപ്പിച്ച്. കുട്ടിക്ക് വേണ്ടി വയ്ക്കുന്ന കാർട്ടൂൺ പഴയ കുഞ്ഞു കാർട്ടൂൺ ആയിരിക്കും, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ. അത് കാണുകൊണ്ട് ഇങ്ങനെ എല്ലാരും കണ്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിരിക്കും അല്ലേ. അവൻ 9:30 തൊട്ടായിരുന്നു ഫുട്ബോളിന് പോയേക്കുന്നത്. 9:30ക്ക് മറ്റേ അവരുടെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് ഒരു സൈക്കിൾ ഓട്ടി കെന്തയിലോട്ട് പോവാ. എന്നിട്ട് വരുമായിരിക്കും, വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചു കേട്ടോ. നമ്മൾ സാമ്പാറിനകത്ത് കുറച്ച് മല്ലിയിലയൊക്കെ ചേർക്കുവേ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിൽ മല്ലിയില ഇടുന്നത്.
ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാട്ടോ ഈടവാരയുടെ ഷാമ്പു ആണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. അന്ന് നമ്മൾ ആ കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തല്ലോ, അത് കഴിഞ്ഞപ്പം തൊട്ടി ഇതാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഇത് തന്നെ. എനിക്ക് ഇവരുടെ മോയ്സ്ചറൈസിങ് ഫോർമുല ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഷാമ്പുവും കണ്ടീഷണറും. ഞാനാണെങ്കിൽ കുളിക്കാൻ കുറച്ച് റോസ്മേരി ഓയിൽ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ നമുക്ക് ഈ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഭയങ്കര വിഷമമുള്ള, അതായത് എങ്ങനെ എന്നെല്ലാം കാണിച്ചാലും ഒന്നുകിൽ സ്ട്രെയിറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു സങ്കടമാണല്ലോ. പക്ഷെ ഇപ്പം അന്ന് ഞാൻ മറ്റേ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഭയങ്കര ഫ്രിസിനെസ് അങ്ങ് മാറി. പക്ഷെ എന്നാലും ഭയങ്കര ഫ്രഷ്നെസ് അങ്ങ് മാറി. പക്ഷെ എന്നാലും നമ്മളത് കെയർ ചെയ്യണത് നല്ലതായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാഴ്ചയിൽ ഭംഗിയായിട്ട് കിടക്കത്തില്ല. അപ്പം ഇപ്പം അതിൻ്റെ ഒരു പാങ്ങ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് നനഞ്ഞ മുടിയിൽ കുറച്ച് സിറം തേക്കുക. കഴിഞ്ഞിട്ട് അത്യാവശ്യം കുളി കഴിഞ്ഞ് അത്യാവശ്യം വെറ്റ് ഹെയർ ആണ്. അതിൻ്റെ അകത്ത് ഇപ്പം യൂസ് ചെയ്യണത് ഈ സിറാട്ടോ. കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറാണ്, ഹൈഡ്രോ സീലർ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് നല്ലതായിട്ട് ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് വെറ്റ് ഹെയറിൽ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് മുടിയിൽ. പണ്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ സംഭവം ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നുമില്ല, ആകെ ആ സിറം തൂക്കും, പിന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് സ്പ്രേ അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കുറേ ആക്സസറീസ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു തവണ യൂസ് ചെയ്താൽ പിന്നെ ആ സാധനമൊക്കെ പല വഴിക്ക് പോകും. കാരണം ഒരു ലേഡി അല്ലല്ലോ ഉള്ളേ, 2 വേറെ യങ് ലേഡീസും ഉണ്ടല്ലോ. സോ അപ്പോൾ സംടൈംസ് ചിലതൊന്നും കാണത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു ക്രോ ക്ലിപ്പ് ഇങ്ങനെ ഇവിടെ ഇട്ട് വെച്ചു. ഇങ്ങനെ മുടിയുടെ ഒരു പോർഷൻ മാത്രം വെറ്റായിട്ടുള്ളത് എടുത്ത് ചെയ്തേക്കോട്ടോ. ഇതാട്ടോ മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് റെസിസ്റ്റൻസ് സ്പ്രേ. അതിപ്പോൾ ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ഷാമ്പൂവും കണ്ടീഷണറും സെയിം അതിൻ്റെ ആയതുകൊണ്ട് അങ്ങ് എടുത്തതേ ഉള്ളത്. സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഡീടാങ്കിൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒത്തിരി മുടി ബലം പിടിച്ച് വലിച്ച് നമ്മുടെ പോകത്തില്ലല്ലോ. ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ട്. കാരണം ഇതൊരു ബ്രഷ് പോലത്തെ എഫക്റ്റ് ആണ് സംഭവം. ഇത് റെവലോണിന്റെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല കേട്ടോ. ബ്ലോ ഡ്രൈ ആണ് ഇത്. കൂള് പിന്നെ മൂന്ന് ഇതായിട്ട് ചെയ്യും. ഞാൻ ലാസ്റ്റിക്കൽ പെട്ടെന്നാവേണ്ടി ലാസ്റ്റിക്കൽ ഇട്ട് ചെയ്യുന്നു. ആദ്യം ഒന്ന് കൈ ഉണക്കി കൊടുക്കും. മറ്റേ കണ്ടീഷണർ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ടാട്ടോ ഒന്ന് ഡീടാങ്കിൾ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതിട്ട് നമ്മൾ ഒത്തിരി വലിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം നമ്മൾ നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മുടിക്ക് നല്ലതല്ല. അതുകൊണ്ട് ഇതിപ്പോ ഒന്ന് ഡീടാങ്കിൾ ചെയ്ത് കൊടുത്തോണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങ് പോരുന്നുണ്ടേ. പിന്നെ ആ ഒരു പ്രശ്നം തോന്നിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ടാണ്. സൗണ്ട് ഭയങ്കര നോയ്സ് ആയിട്ട് തോന്നുന്നത്. നമുക്ക് ഇതുപോലെ ഇയർ പ്ലഗ് ഒക്കെ വെച്ച് അടച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ സ്റ്റെപ്പും തീരുമ്പോൾ ഇപ്പൊ ഈ സെക്ഷന് തീരുന്ന ലാസ്റ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചങ്ങ് താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. എന്താ പിടിക്കണോ? അത് വേണം, അതും വേണം. ബാക്ക്വേർഡ്സ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താലും നല്ലതായിട്ട് കിടക്കും കേട്ടോ. ഇപ്പൊ നല്ല ചൂടോട് കൂടിയിട്ട് നമ്മള് സംഭവം ഉണക്കി ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഹെയർ ഓയിൽ ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് റൂട്ടിലോട്ട് പോകരുത്, പക്ഷേ അറ്റത്തും ഇങ്ങനെ മേളിലോടെയൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഫ്രിസി ആയിട്ട് നിൽക്കുന്നിടത്തൊക്കെ ജസ്റ്റ് ഒന്ന്
ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം ഷൈനിങ് ആയിട്ട് കിടക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ഡെയിലി വാഷ് ചെയ്യില്ല കേട്ടോ. 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇതുപോലെ വലിയ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ. എങ്ങനെയുണ്ട്? ശരിയായിട്ട് വന്നോ? അതിനായിട്ട് ഇഷ്ടമുള്ള പോലെ കോമ്പ് ചെയ്തോ സ്റ്റൈൽ ചെയ്തോ ഒക്കെ വെക്കാം നമുക്ക്. നന്നായിട്ട് കിടക്കുന്നില്ലേ? നല്ല സിൽക്ക് പോലെ ഉണ്ടോ? ബാക്കിൽ എങ്ങനെയുണ്ട്? ഇതിങ്ങനെ 2-3 ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നോളൂ. നമുക്കിനിയിപ്പോൾ ധൈര്യമായിട്ട് വിഷമമില്ലാണ്ട് ഇതിലാണേലും പോവാം. സാമ്പാറും ഓട്സ് ഉപ്പുമാവും. എങ്ങനെയുണ്ട് ചായ കോമ്പോ? നല്ല സാമ്പാർ കേട്ടോ. ഇഷ്ടമായോ? പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ പൊരിച്ചതും വെച്ചു അല്ലേ? തൊപ്പി എടുക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫുഡ് റെഡി, വാട്ടർ റെഡി, എല്ലാം റെഡി. ജസ്റ്റ് പോയിട്ട് ഓടി വരാം കേട്ടോ. ചക്കി ഓടി വന്നേക്കി, ഓടി വാ. ഇച്ചിരി നുക്ക് വെച്ചോ, പാപ്പ വെച്ചല്ലേ? സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സിലായി. അപ്പൊ ഇന്ന് 2 മണി തൊട്ട് ഡ്യൂട്ടി തുടങ്ങും കേട്ടോ. 9:15 വരെയുണ്ട്. ചുമയോ കുഞ്ഞിപ്പോ, ചക്കരയ്ക്ക് ചുമ. ഇപ്പോൾ നമ്മൾ ശരിക്കും ഡയറ്റ് തുടങ്ങിയതേ ഉള്ളൂ. 2-3 ദിവസമാണല്ലോ ആയുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നോർമൽ ഫുഡും പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ നോക്കിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണ്ടേ. അപ്പം വരും ദിവസങ്ങളിൽ ഫുഡ് വേസ്റ്റ് ആകുന്നതിനോട് നമുക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. അപ്പോൾ ഇനി അടുത്തതിൽ നമ്മൾ നല്ല റെസിപ്പീസ് ഒക്കെ നോക്കി കറക്റ്റ് എമൗണ്ടിൽ ഉണ്ടാക്കാനാണ് പ്ലാന്. പിന്നെ താങ്കൾ ഡ്യൂട്ടിക്ക് പോവാ. എന്നും വിടാറുണ്ട് ആവശ്യമാണ്. എപ്പോഴും പണികളാണ്. താക്കോലുണ്ടോ നോക്കട്ടെ. എല്ലാ പ്രാവശ്യവും കുറച്ച് ലോങ് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ താക്കോലൊന്നും ഉണ്ടാവില്ല. എനിക്ക് നടക്കാൻ പോകാൻ പറ്റിയിട്ടുള്ളതാണ് ഞാൻ പിന്നെ കൂട്ടി. ബൈ ബൈ എന്ന് പറയാനേ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഇപ്പം നമ്മുടെ ഡിന്നർ ടൈമാണ്. ഫിൻലൻഡിൽ നമ്മൾ എയർലി ആയിട്ട് ഡിന്നർ കഴിക്കും. അപ്പം ഓട്സിൻ്റെ ഉപ്പുമാവും ഗ്രില്ല് ചെയ്ത ചിക്കനും സാമ്പാറും എടുത്തുകൊണ്ടാണ് വന്നത്. അത് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇരുന്ന് കഴിക്കാൻ പോവാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് വേറെ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് കുറച്ച് സാമ്പാറൊക്കെ ഇതിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് നല്ല ഡീസൻ്റായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കോഫി ബ്രേക്ക് ആട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്വിക്കായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. ഓഫീസിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം അധികം പരിപാടി എന്ന് പറയാനായിട്ട് നോർമൽ റുട്ടീൻ ഉണ്ടല്ലോ, നമ്മുടെ ഈവനിങ് റൗണ്ട്സും പിന്നെ മെഡിസിൻ കൊടുക്കേണ്ടതും ഇഞ്ചക്ഷൻ ടൈമിങ്ങും ഒക്കെ ഇനി അടുത്ത ഷെഡ്യൂൾ ഇപ്പോൾ ഉടനെ വരും. അപ്പം അതുകൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ 9:15 ആകുമ്പോൾ തീരും. പക്ഷെ ഇപ്പം നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം. മധുരമില്ലാത്ത എന്തെങ്കിലും യോഗർട്ടിൻ്റെ സംഭവം അങ്ങനെ വല്ലോ. എന്താവോ എന്തോ പ്രലോഭനങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ടേബിൾ ഞാൻ കാണിക്കാത്ത, ടേബിളിൽ ഫുൾ ഇഷ്ടം പോലെ ഷോർട്ട് ബ്രെഡും, അതായത് ഇങ്ങനെ സ്റ്റാഫ്മാർക്കൊക്കെ കോഫി റൂമിൽ ഇങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരുന്ന സംഭവങ്ങൾ, ട്രീറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ വയ്ക്കും. അപ്പോൾ നമുക്കെല്ലാം എടുത്ത് കഴിക്കാവുന്നതാണ് കോഫിയുടെ ടൈമിലൊക്കെ. പക്ഷെ ഞാൻ ആ സൈഡിലോട്ടേ തിരിഞ്ഞിട്ടില്ല. വളരെയധികം നീതി പുലർത്തിക്കൊണ്ടാണ് പോകുന്നത്. എന്താവും നോക്കാം കേട്ടോ. Good boy. No. No. ആപ്പിൾ ഇഷ്ടമാണോ കൊച്ചിന്? ആപ്പിൾ വേണ്ട.
ആപ്പിൾ വേണം. വലുത് വേണോ? നല്ലതാണോ എസുക്കുട്ടി? എസുക്കുട്ടി നല്ലതാണോ? ആപ്പിൾ നല്ലതാണോ? ആപ്പിൾ നല്ലതാണോ? ആണോ? രാവിലെ വീട്ടിൽ നിന്ന് പോയ ഇത് എന്നൊക്കെയായിരുന്നു പരിപാടി? രാവിലെ പോയ ആള് 5 മണിയായപ്പോഴാണ്. രാവിലെ 5 മണിയായപ്പോ വന്നേ. രാവിലെ 5 മണിയായപ്പോഴോ? ഇപ്പൊ 5 മണിയായി പോകുന്നു. രാവിലെ 9:30 പോയതല്ലേ? 9:30 പോയല്ലേ? മറ്റേ യുക്ഷിതോഷ്ടായപ്പോഴാണെങ്കിൽ ഞാൻ പോയി ഇറങ്ങി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. ബിക്കോസ് അവിടെ പോകുമ്പം അവരുടെ കൂട്ടത്തിൽ മറ്റേ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ സാബിർ, എൻ്റെ ഫ്രണ്ട്, പിന്നെ യൂഹ. അവർ ആർക്കൊക്കെയാണ് അതുള്ള അവരുടെ കൂട്ടത്തിൽ സൈക്കിൾ എടുത്ത് പോയി. മറ്റേ ഫുട്ബോളിൽ ചിലവർക്ക് അറിയാക്കുന്ന ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് നിർത്തി. അതുകൊണ്ട് എന്നിട്ട് ഞാൻ ഒന്നേടിയും എപ്പോൾ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്തു. പണ്ട് ഞാൻ വെബ്സൂലാണ്, അപ്പുറം എപ്പോൾ ഞാൻ പേക്കോല. അതുകൊണ്ട് ഞാൻ വേണ പോയിട്ട് ഞാൻ പക്ഷി ദിവസത്തെ അത് 1 മണിയായപ്പോഴാണ് അവിടെ മറ്റേ നിർത്തിയത്. അത് തീർന്നു. എന്നിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ ഞാനും ചോദിച്ചു എനിക്ക് അവരുടെ അടുത്ത് പോകാൻ പറ്റുമോ എനിക്ക് കളിച്ചാൽ. അപ്പോഴാണെങ്കിൽ അവർ പറഞ്ഞു, മെസ്സേജ് അയച്ചു. എന്നിട്ട് മമ്മ പറഞ്ഞു ഫസ്റ്റ് അപ്പൻ ഉണ്ടെങ്കിൽ അതോ ഇല്ലെങ്കിൽ മറ്റേ നിങ്ങൾ അവിടെ എന്തായാലും വീട്ടിൽ പോയിട്ട് മിണ്ടണാണ്, അതിനെക്കുറിച്ച് പോകാൻ പറ്റുമെന്ന്. എന്നിട്ടാണെങ്കിൽ എൻ്റെ ഫ്രണ്ടും കൂർത്ത് വന്നു, അവനക്ക് വരണാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് നമ്മൾ പോയിട്ട് ചോദിച്ചു. അതിനെ കുറിച്ച് എന്നെ ഞാൻ വിളിച്ചു അകത്ത് വരാൻ. പിന്നെ അവൻ ഫുഡ് തിന്നു, ബ്രെഡ്. എന്നിട്ട് ഞാൻ പസ്ത, ബിക്കോസ് അവനക്ക് മറ്റേ ടൊമാറ്റോ ഒക്കെ ഭയങ്കര അലർജിയാണ്. പിന്നെ ഞാനാണെങ്കിൽ മമ്മിയാണെങ്കിൽ മെസ്സേജ് അയച്ചു 1 hour ago. അവരുടെ പാരൻസ് കണ്ടില്ല, ബിക്കോസ് മറ്റേ അവരുടെ കയ്യിലാണ് ഫോൺ, എൻ്റെ കയ്യിലല്ലല്ലോ. പിന്നെ അവരുടെ കയ്യിലാണെങ്കിൽ മെസ്സേജ് കിട്ടിയാണ്, പക്ഷെ അവർ നോക്കിയില്ലാണോ അത്. സോ 1 hour ലൈറ്റ്. എന്നിട്ട് നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ യേശക്കുട്ടി? കെസ്കിവിക്കോ പെരിയന്തായാണോ അത് ലവന്തായാണോ അറിയില്ല, ഞാൻ ചോദിച്ചോ. കുട്ടി വന്നേ, വാ നടക്കാൻ വാ. ഓടി വാ. ചിരിക്കുക. കുട്ടി ഓക്കെ അല്ലേ? ചക്കയാണെങ്കിൽ കൂട്ടുകാരുടെ ബർത്ത്ഡേക്ക് പോയേക്കുന്നു. 8 മണി നമ്മൾ വരത്തുള്ളൂ. അപ്പം ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. കുട്ടി ഓക്കെ ആണോ? പപ്പ ഓട്ടമായിരുന്നു. മറ്റേ പപ്പ ഓടിപ്പോണെങ്കിൽ അവനക്ക് ഏറെ കിട്ടിയല്ലോ, ഭയങ്കര ചിരിയാണ്. എന്നാ നോക്കണേ. ചേട്ടായി അവിടെ ഉണ്ട്. നടക്കുന്നതിനിടയ്ക്ക് ഇവർക്കൊരു സന്തോഷം അല്ലേ? കുറെ നാളായി ഈ പാർക്കിൽ മറന്നുപോയി. ലാസ്റ്റ് ടൈം ഡേ കെയറിനാ പോയത്. ഈ പാർക്കിൽ വന്നിട്ട് കുറച്ച് നാളായി അല്ലേ? തലടുത്ത് മൂക്കിടിച്ച് പോകൂണ്. എനിക്ക് പേടിയില്ല, ഞാൻ ഇപ്പൊ പ്രൊഫഷണലാ. ഇവിടെയാണ് പണ്ട് ഞാന് മറ്റേ തിന്നാൻ പോയത്, മറ്റേ സ്കൂളിൽ പോകുമ്പോ ഒരു സ്നാക്ക് എടുത്തിട്ട്. കറക്കട്ടെ. 1 2 3 go. ഞാൻ ഇടിച്ച് വീറൂണ്. അപ്പൊ അവിടെ പോയി റെഡ് സാന്തലും എന്തെങ്കിലും ഉണ്ട്, ഞാൻ വേറെ പോകും, എനിക്ക് കേൾക്കാൻ പറ്റും. ഗ്രൗണ്ടിൽ നോക്ക്, അവനൊരു വയറുണ്ട്. പപ്പ അവിടെ പോ, അവിടെ റെഡ് ഉണ്ട്. ഹലോ ഹായ്.
ഹലോ, ഇവിടെ പറയുന്ന അവിടെ കേൾക്കാവോ? ശരിക്കും കേൾക്കാവോ? ഓ അവരുടെ ഫേവറേറ്റ് സാധനമാണ്. നമുക്ക് ഒരുമിച്ച് പോയാലോ? ആ, മാളിൻ്റെ മടി എഴുതിയിട്ടേ. പതുക്കെ. 1 2 3 ഇങ്ങനെ 1 2 3 വാ, ഇഷ്ടായോ? ഇനി സ്പീഡ് വേണോ? ആൾക്കാർ റൗണ്ട് പോകും. മതിയോ? കുറച്ചുകൂടി ചെയ്യാം. മാള് ഉണ്ടെങ്കിൽ മാള് മതി. മാളിനെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യിപ്പിക്കും അല്ലേ? ആ മോഴിക്കല്ലേ. പഠിച്ചോ? അത് നോക്കണോ? വേണ്ട, ഇവിടെ തന്നെ എനിക്കിഷ്ടം. മതി മതി മതി. ഞാൻ ചെയ്യണം നോക്ക. എനിക്കത് ഇഷ്ടം. ബിക്കോസ് നോക്ക് ഇതുകളുണ്ട്. എന്നിട്ട് ഞാൻ ക്രേസിയും ഇതൊക്കെ കാലയില്ലേ ഇങ്ങനെ കാലൊക്കെ ചക്കി മാളു ഇതൊക്കെ ഇറങ്ങി. മാളു ഇതൊക്കെ പോയിക്കേ. ഇപ്പൊ പോകുന്നില്ല. തല ഇറങ്ങോ? എടുക്കണോ? അവൾ എത്ര മണിക്കൂർ പുറത്തായിരുന്നു? 2 hours. സെക്യൂരിറ്റിക്ക് ഇപ്പോഴാണ് ഉറക്കം പോയത്. ഇത്ര നേരം കളി കഴിക്കായിരുന്നു. ചക്കരെ പൊക്കമാനുണ്ടോ? പപ്പേ അവനെ കുളിപ്പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുട്ടീനെ കുളിപ്പിച്ച സമയത്തില് ഞാൻ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്തോണ്ടിരുന്നേ. എനിക്കിപ്പോ 46 ഉണ്ട്. ഞാൻ കാണിച്ചു തരട്ടോ. സന്തോഷമായി. ജോണിക്കുട്ടി പോയി കുളിക്കേ. പപ്പ കുളിച്ചിട്ടെ. ഞാനോ ലാസ്റ്റ്. എനിക്ക് ലാസ്റ്റ് ഉള്ളു. 1 ലാസ്റ്റ്. ഓ എന്റെ പൊന്നു ചക്കരെ. ഇപ്പൊ എനിക്ക് 47 48 എസക്കുട്ടിയും ചെയ്യട്ടെ. എസക്കുട്ടിക്ക് ചെയ്യാൻ അറിയാവോ? 48. ജോണിക്കുട്ടി പോയി കുളിക്കാം. ചേച്ചി അവരുടെ അടുത്ത് പോയി. പിന്നെ ആ സമയം എങ്ങനെയുണ്ടായിരുന്നു ചക്കി? ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ട്. നല്ലായിരുന്നോ? എന്നായിരുന്നു ഫുഡൊക്കെ? എന്നായിരുന്നു? അവരുടെ അമ്മ ബേക്കർ പോലത്തെയാണ്. പക്ഷെ നിർത്തിയേക്കോ. പക്ഷെ സ്റ്റിൽ ബേക്കറാണ്. പിസ്സ ഉണ്ടാണ്. ചിക്കൻ നഗറ്റ്സ്, ചിപ്സ്, ബിസ്ക്കറ്റ് കുറെ അതുപോലത്തെ ഉണ്ടാണ്. എല്ലാം കഴിച്ചോ? എല്ലാം കഴിച്ചാൽ ചിലത് ഇച്ചിരി കാമായിരുന്നു. കുറെ ആൾക്കാരുണ്ടാണ്. ആണല്ലേ? കുറെ ആൾക്കാരല്ലേ ഞങ്ങൾ പോയപ്പോ സമയത്ത് സൈക്കിളിൽ നിന്ന് വീണു. നമുക്ക് ഉറങ്ങാം കേട്ടോ. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാം കേട്ടോ. പോയി കിടന്ന് ഉറങ്ങട്ടെ. ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം പോകാൻ. വർക്കിംഗ് ഷൂസ് സ്പെഷ്യലായിട്ട് നമ്മളത് പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഡ്രസ്സൊക്കെ മാറി ഇനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ. ഇന്ന് ഡ്രൈവ് ചെയ്തല്ലോ, വന്ന് എന്നെ കൊണ്ടുവിട്ടു. അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് ചുമ്മാ ഇരുന്ന് പോയാൽ മതി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഈവനിങ് ഡ്യൂട്ടിയും നൈറ്റൊക്കെ ഉള്ളപ്പം കൊണ്ടുവിടുന്നത്. ഇനി നേരെ വീട്ടിലോട്ട്. ഇച്ചാൻ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ചെറിയ ചൂടുള്ള കാലാവസ്ഥയായിട്ടുണ്ട്. വെയിറ്റ് ചെയ്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പം എത്തുമെന്ന് പറഞ്ഞ്. രാത്രി 9:30 ആയിട്ടോ. നല്ല വെട്ടമില്ലേ? ഇനി ഇതങ്ങ് കൂടിക്കൂടി വരും. ഇന്നിപ്പോൾ ക്ലൗഡി ആയതുകൊണ്ടാണ് ഒരു ചെറിയ ഇരുളിമെങ്കിലും തോന്നുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഭയങ്കര വെട്ടമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നട്ടുച്ച പോലെ തോന്നും. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ 11 മണിയൊക്കെ ആകുമ്പോൾ ഉള്ള പോലത്തെ. പക്ഷെ ഇപ്പം ക്ലൗഡി ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഒരു ഇരുട്ടുണ്ട്.
വരുന്നുണ്ട്. ഇനി ഇവിടെ എങ്ങാനും നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ വട്ടം കറങ്ങേണ്ടി വരും. പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇപ്പം സിഗ്നലിൽ കിടക്കുക. ഇങ്ങോട്ട് വാ. ആണോ, വരുന്നില്ലേ? എന്നെ വഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകണം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? എഗെയിൻ മേളിൽ കോട്ട് സൂട്ടും താഴെ നിൽക്കുവാണോ? ആണോ? ബേബി കിടന്നോ? അവൻ കിടന്നോ? ഞാൻ കണ്ടു മറ്റേ പാർക്കിൽ പോയത്. ഞാൻ അല്ലല്ലേ, എസക്കുട്ടിന് ഭയങ്കര ഇഷ്ടമല്ല മറ്റേ അല്ലേ? അവനിപ്പം സമ്മർ ആയതുകൊണ്ടാണോ അതെയോ? ശരി, വിന്ററിൽ അവൻ പുറത്തേക്കൂടെ കളിക്കുമായിരുന്നല്ലോ കൂടുതലും അല്ലേ? അതിനുശേഷം വന്ന് ഫുഡും കൊടുത്ത് കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇറങ്ങിയിരുന്നില്ല. കറക്റ്റ് ഒരു ഹൗസ് ഹസ്ബൻഡ് ആയിരുന്നു അല്ലേ? ഹൗസ് വൈഫ് എന്ന് പറയുന്നല്ല, ഹൗസ് ഹസ്ബൻഡ്. നടക്കാൻ വേണ്ടി പോയി, പിന്നെ കഴിഞ്ഞപ്പോഴേക്കും വന്ന് ക്ഷീണമായി. പിന്നെ ഞാനൊന്ന് കുളിച്ചു, പിന്നെ ക്ഷീണമായി. ഞാൻ പയ്യത് മയങ്ങിയത്. അവൻ എന്റെ മണിയിൽ കിടന്ന് ഉറങ്ങില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പോന്നപ്പോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യലായിട്ട്? പറയാം, എല്ലാ ദിവസവും പറച്ചിലല്ലേ. അതല്ല, അപ്പൊ ഇന്നിപ്പോ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. എങ്ങനെ ഡ്യൂട്ടി എങ്ങനെയായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. ഒന്ന് നല്ലൊരു സ്റ്റാഫിന്റെ കൂട്ടത്തിലായിരുന്നു, ഈക്വലായിട്ട് ഷെയർ ചെയ്ത് ചെയ്യുന്ന പോലെയായിരുന്നു. അതായത് നമ്മള് ഡയറ്റ് നോക്കുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര കൊതിയാണ്. അതേ സാധനത്ത് നമ്മൾ ഡയറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു കൊതിയില്ല, ഒരു കുന്തവും ഇല്ല. ഒരു സാധനത്തിനോട് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന അത്രേ ഉള്ളേ. ഇതിപ്പോ നമ്മള് ആവശ്യമില്ലാണ്ട് എന്തൊക്കെയോ നിയന്ത്രിക്കാൻ നോക്കുമ്പോ ഭയങ്കരമായിട്ട്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഒരാഴ്ച ഉണ്ടാവും ബിഗിനിങ് സ്റ്റേജിൽ. പക്ഷെ ഇപ്പൊ നമ്മളൊരു സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ സാധനങ്ങൾ കഴിച്ച ഡയറ്റ് അല്ലേ. എന്തായാലും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കാമല്ലോ. നമുക്കെല്ലാം ചിക്കുന് കിട്ടും. അതെ, പുതിയ വീഡിയോയ്ക്കകത്ത് എയുടെ തംബ്നെയിൽ നമ്മൾ യൂസ് ചെയ്തതിനെ കുറിച്ച് കമന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്കും പേഴ്സണലി അങ്ങ് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ട് ഇടുന്നതല്ല, നല്ല ടൈം സേവിങ് ആണ് അല്ലേ? ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനൊന്നും വലിയ അറിയത്തില്ല. നമ്മളിങ്ങനെ ചീട്ടി മുഴിച്ചിരിക്കുന്ന പോലെയാണ് ഓരോന്നും ചെയ്തു അതിന് ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഇതിലിട്ട് കൊടുത്ത നിമിഷം സെക്കൻഡ്സിനുള്ളിൽ കിട്ടിക്കഴിയുമ്പോഴേ ടൈം സേവിങ് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ അങ്ങ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ എല്ലാരും തന്നെ അതാ യൂസ് ചെയ്യണം. എല്ലാവരുടെയും ഒരുപോലെ ഇരിക്കണു കണ്ടിട്ട്. അപ്പൊ നമുക്ക് തിരിച്ചു നമ്മുടെ തന്നെ ആക്കാൻ തോന്നുന്നു. വീടെത്തിയല്ലേ? ഞാൻ പറഞ്ഞില്ല, 9:30 ജസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ വീട് തൊട്ടടുത്താട്ടോ, ഒത്തിരി ദൂരമൊന്നുമില്ല. ഏറ്റവും വലിയ ചലഞ്ച് ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പാ. ഇന്നിപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലിരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ ആ 8 മണിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞാൽ എടുത്തില്ല, അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഒന്നും കഴിക്കുന്നില്ല, കിടക്കാല്ലേ. അവിടെ കല്ല് സാധനം തെന്നലില്ലേ, ഐസ് പോലെ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ട്വിസ്റ്റ്, ബിക്കോസ് അവരുടെ ഭയങ്കര ദൂരം. അപ്പം ഞാൻ അവിടുത്തെ ട്വിസ്റ്റ് ചെയ്ത് പോവാം. സെയിം സമയത്തിൽ ഞാൻ ബ്രേക്കും വിട്ടു. പോയി ഞാൻ ഇടിച്ച് വീണു. എൻ്റെ കാലേന് ബ്ലഡ് ഭയങ്കരമായിട്ട് വന്നു. ഇവിടെ വരെ വന്നു. വന്നിട്ട് കുറേ ഞാൻ കുളിച്ചു. അതിൽ കുത്തി പ്ലാസ്റ്ററും ഇട്ടു ഇവിടെ. പക്ഷെ എന്നിട്ട് അത് പോയി. വീക്കെൻഡ് സിനിമയാണോ? നല്ല ഉറക്കമായിരുന്നു. ചൂടാണോ മോനെ? അവന്റെ കവിളൊക്കെ ചുമന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇറങ്ങും. അപ്പം എന്താ പറയുന്നു? താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.